എന്നാലും നമുക്കില്ലാതെ പോയല്ലോ ഇതുപോലെ വെഡിങ് ഫോട്ടോസും. പാതിരാത്രി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറിനെ വിളിക്കാൻ മറന്നുപോയി മോളെ. രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടെങ്കിലും ഒന്ന് എടുക്കായിരുന്നു. പള്ളിയിലാണെങ്കിൽ സെമിത്തേരി പോലും കയറ്റില്ലെന്നാ പാപ്പ പറഞ്ഞു. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ എടുത്തുള്ള ഫോട്ടോ ഇല്ലേ, അത് പോരെ? എന്നാലും നമുക്ക് മറ്റേ ഇംഗ്ലീഷുകാരെ പരിപാടി ചെയ്യാം. ഈ കെട്ടിയാളെ തന്നെ വീണ്ടും കെട്ടൊരു പരിപാടിയില്ലേ, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നീ എന്നെ ഒന്നുകൂടി കെട്ടിക്കോ. അതൊന്ന് 2-3 വർഷം. ഇവിടുത്തെ പുകലൊക്കെ തീരണ്ടേ? 1 കെട്ടേണ്ടത് തീർന്നല്ല, പിന്നീട് 2ാമത്തെ കെട്ട്. അതിന് 2-3 വർഷം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറബി വിളിക്കണ്ട്, ചെല്ലട്ടെ. ഹബീബി സാധനം കൊണ്ടുവന്നില്ലേ? സാധനം കൊണ്ടുവന്നുണ്ട്. നീ രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ട് ടെറസിലോട്ട് പോവാ. ഓ സെറ്റ്. അവക്ക് ഡൗട്ടൊന്നുമില്ല, സേഫ് അല്ലേ? പിന്നില്ലേ സാധനം ഏതാ? നിന്റെ ഫേവറേറ്റ് ഗുവ. ഓ പോളി. ശരി. ഓക്കെ. ആ ഞാൻ വിളിക്കാം. എന്നിട്ട് നീ ഇതൊന്നും ജീവാ കുപ്പിയിൽ നിറച്ച് വെച്ചേക്കണ ആസിഡാ. ആസിഡാ? ഏത് കുപ്പി? നീ എന്തിനാ അതിനകത്തോട് ഞാൻ മാറ്റി വെച്ചിരുന്നല്ലേ? തുറന്നപ്പോ പേരയ്ക്ക സ്മെല്ലെടുത്തപ്പോ ഇത് വൈറ്റ് റമ്മാണ്. നന്നായി. നീ ഇനി കുടിയും കൂടെ തുടങ്ങിയത് നിന്റെ അച്ഛനറിഞ്ഞ ഞാൻ അതും എന്റെ തലയിലാവും. അല്ലെങ്കിൽ അങ്ങേർക്ക് എന്നെ കണ്ടു. ഞാൻ കുടിയൊന്നും തുടങ്ങിയതല്ല, ആ ടോമിന് വേണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നല്ലേ. നീ ഇതിനത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചേ. ഞാൻ അതിന്റെ മൂലിക്കെടുത്ത് വെച്ച് നീ എടുത്ത് കുടിക്കുന്നത് ഞാൻ അറിഞ്ഞ. നീ വഴക്കിട്ടോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇനി എന്താ ചെയ്യാന്ന് ആലോചിക്കുക. അച്ഛനമ്മ അറിഞ്ഞ നമ്മളാരും തീർന്നു. നമ്മളാ ആദ്യം എന്നെ ചവിട്ടി പുറത്താക്കും, പിന്നെ ആയിരിക്കും നിന്നെ. ഒരു കാര്യം ചെയ്യ്, നീ റൂമിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. വയ്യെന്നും പറഞ്ഞ ഇവിടെ ഇരുന്നു, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ? ഈ വോളിയം കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല, ഫോണിൽ കുറയ്ക്കാം. ഇതിന്റെ ബാക്കി എവിടെ പോയി? അതല്ലേ പൊക്കോണ്ടിരിക്കണ. റൂമിലോട്ട് ആരെങ്കിലും കയറാന്ന് ഞാൻ നോക്കിയോളാം. ഇനി അഥവാ ആരെങ്കിലും കയറിയ ഒന്ന് മാത്രം റിപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ? വായിലോർന്നേ. എന്താ എടാ വായിലോർക്കാൻ. ആ വന്നു. അല്ല എനിക്ക് എന്താ പറ്റേ? എന്തിവിടെ ഒരു ഒച്ചയും ബഹളവും? ഒന്നുമില്ലമ്മ, അവൾക്ക് ജസ്റ്റ് ഒന്ന് ഛർദ്ദിക്കാൻ വന്ന അത്രേ ഉള്ളൂ. ഇതൊന്നല്ലല്ലോ, ഒരുപാട് നേരമായല്ലോ. ആ ഒരുപാട് നേരമായിട്ട് ഛർദ്ദിക്കാൻ വന്ന അത്രേ ഉള്ളൂ. അതാ ചോദിച്ചാ എന്താ പറ്റിയെന്ന്. അവൾക്ക് ഫുഡ് കഴിച്ച് പിടിച്ചില്ല, അതാണ്. അതിനവള് ഞാൻ ഉണ്ടാക്കിയതല്ലേ കഴിച്ചത്. ഓ ഞാൻ ഉണ്ടാക്കിയത് അങ്ങോട്ട് പിടിക്കില്ലായിരിക്കും. അമ്മയുടെ ഫുഡല്ല, വേറെന്തോ കഴിച്ചതിന്റെ, അല്ലെങ്കിൽ ചിലപ്പോ അതില് വേറെന്തോ കഴിച്ചതിന്റെ ആയിരിക്കും. അല്ലെങ്കിൽ എന്താടാ നിനക്കൊരു പരുങ്ങല്? ആളിന്റെ ടെൻഷൻ. എന്റെ മോൻ ടെൻഷൻ അടിക്കണ്ട, വാ നമുക്ക് അവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം? വേണ്ട, ഹോസ്പിറ്റലൊന്നും വേണ്ട. അവള് റെസ്റ്റ് എടുത്താൽ ശരിയായിക്കോളും. അവൻ പോയിട്ട് പിന്നോ? അല്ല വരണ്ട, അല്ല വന്നോ, ഇപ്പൊ ഞാൻ നോക്കോളൂ. ചെല്ല്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇങ്ങോട്ട് നോക്കൂന്നേ. അലീന പ്രഗ്നന്റ് ആണെന്ന് തോന്നണു. എന്താ തോന്നുന്നു പറഞ്ഞേ? ഉറപ്പില്ലേ? അവരേട്ടനോടൊന്നും പറയണില്ല. അലീന കുറെ ഛർദ്ദിച്ചു. ജീവനോട് ചോദിച്ചപ്പോൾ അവൻ എന്തോ ഒരു പരിങ്ങല്. പണ്ട് അവനുണ്ടായപ്പോൾ നിങ്ങൾ പരിങ്ങിരുന്നില്ലേ, അതുപോലെ. ചിലപ്പോൾ ചമ്മലോണ്ടായിരിക്കും. അവർക്ക് സമയമാകുമ്പോൾ അവർ പറഞ്ഞോളൂ. എന്ന് വെച്ച് ഞാൻ മിണ്ടാതിരിക്കണോ? എടീ, അവർ പിള്ളേരല്ലേ, നീ കുറച്ച് സമയം കൊടുക്ക്. എന്റെ മുഖം എന്തോ വല്ലാതിരിക്കണ. അമ്മ എന്തേലും പറഞ്ഞോ? അത് അമ്മക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈ അമ്മ വിചാരിക്കണതേ. ശരി, നീ ഇതെന്താണ് ഇറക്കി വിടുന്നതിന് മുമ്പ് പാക്കിംഗ് ഒക്കെ തീർക്കാലോ. നീ ഇതവിടെ വെച്ച്? അമ്മ വിചാരിച്ചത് നീ പ്രഗ്നന്റ് ആണെന്നാ. അമ്മ ഇതെങ്ങാട്? ഒക്കെ വയ്യാണ്ടിരിക്കണല്ലേ, കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാനാ. അത് ഞാൻ കൂടെ തുടങ്ങി തന്നേക്ക്. അതെന്താ ഞാൻ കൊടുത്താല്? കൊടുത്തു. മോളെ നീ ഫ്രൂട്ട്സ് ഒന്ന് കഴിച്ചേ. കഴിച്ചതൊക്കെ കളഞ്ഞല്ലേ?
നമുക്ക് അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞൂടെ? ഞാനെന്ന് എൻ്റെ അമ്മയല്ലേ. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ എനിക്കിപ്പോൾ നീ മോളെ പോലെയാ. അവൻ പെട്ടെന്നൊരു പെണ്ണിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? മോളുടെ ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. ഒന്ന് പറഞ്ഞിരിക്കാണ്ട് വായ തുറന്നപ്പോൾ പറ കൊച്ചേ. അമ്മ ഇത്ര സ്നേഹത്തോടെ ചോദിക്കണല്ലേ. നീ എന്തായി കാണിക്കണേ? അലീനക്ക് റൂമിൽ സ്മെല്ല് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് എയർ ഫ്രഷ്. ഇതിന്റെ തലയ്ക്ക് ഓളം ഉണ്ടോ? എടാ അത് റൂം ഫ്രഷ്നർ അല്ല, ഡിയോഡ്രന്റാ. വല്ലവന് പുല്ലുവായതെന്നാണല്ലോ. ചുമക്കണില്ല അമ്മ. നീറ്റ് ചുമക്ക് ആരോഗ്യത്തിന് ഹാനികരമാ. താഴെ പോ. അതെ, നീ അധികം തന്നേ. ഇതേ കൊച്ചിന് കേടാ. ആസിഡ് ഇറങ്ങിപ്പോയ വഴിക്ക് കരിഞ്ഞിരിക്കുമ്പോഴും അവൻ്റെ ഒരു കീടനാശിനി അടി. ഞാനെന്ത് ചെയ്യാനാണ്? നീ അങ്ങനെ വാ തുറന്ന തീർന്ന്. ജീവ അമ്മേൻ്റെ മോളേന്ന് വിളിച്ചു. ഇതൊക്കെ എനിക്ക് കൊണ്ടുവന്നതാ. ചെയ്തറിഞ്ഞിരുന്നെങ്കിൽ നീ വന്ന കയറിയ ദിവസം തന്നെ വാള വെച്ചാൽ മതിയായിരുന്നു. എന്തായി? ഒന്നും കിട്ടിയില്ലേ? എന്നാ പിടിച്ചോ ഒരു കുപ്പി സ്പ്രേ. ആകെ ചൂടിലാണല്ലോ. അതെ, നിങ്ങളുടെ മോൻ അവിടെ റൂമിൽ സ്പ്രേ അടിച്ചോണ്ടിരിക്കുക. ഞാൻ അന്നേ പറഞ്ഞതാ അവന് 2 പിരി കുറവാന്ന്. അതെ, ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. അല്ലാണ്ട് കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഓ, എന്നാൽ നിങ്ങൾ പോയി ചോദിക്കേ. ഓക്കെ. ആ മോളെ, മോനെ, മോൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ആയിക്കോളും. അപ്പൊ നീ മാറിക്കേ, ഞാനൊന്ന് കാണട്ടെ. എൻ്റെ മോളെ കുറേ ചോറിനെ കഴിക്കുക. എല്ലാം കൂടെ ഒരുമിച്ചാണോ? ഞാൻ അമ്മയോട് പറയാം ഇതിലും ചെറുതായിട്ട് മുറിച്ച് തരാൻ. മക്കൾക്ക് പറയാൻ ചമ്മലാണെന്നറിയാം, അതല്ല ഞാനിങ്ങോട്ട് വന്നേ. ഏതായാലും അച്ഛന് സന്തോഷമായി. ഞാനൊരു മുത്തച്ഛനാകാൻ പോകല്ലേ. നിങ്ങളുടെ കല്യാണം വരെയൊക്കെ നടത്താൻ പറ്റിയില്ല, പക്ഷേ ഇത് ഞാൻ ഭംഗിയായിട്ട് നടത്തും. അച്ഛാ, അത് മോള് ആരോഗ്യം ശ്രദ്ധിക്കണം. അച്ഛനും അമ്മയും കൂടെ എല്ലാ കാര്യം നോക്കിക്കോളാം. മോള് വായിരിക്കുന്ന ഇറക്കിയിട്ട് സമാധാനമായിട്ട് കിടന്നോ. അച്ഛനോടും വരെയൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. നീ എന്തിനാ പറയണ്ടെന്ന് പറഞ്ഞ? നിനക്ക് ഇത്രയും കാലം കിട്ടിയ സ്നേഹം എനിക്ക് ഇപ്പോഴല്ലേ കിട്ടണേ. കുറച്ചേരോടൊന്ന് എൻജോയ് ചെയ്യട്ടെ. എൻജോയ്കളൊക്കെ വേഗം എൻജോയ് ചെയ്തോ. ഇത് അധികം നേരം നീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റൊന്നുമില്ല. നിന്റെ പപ്പയും മമ്മയും? ആ, എന്റെ പപ്പയും മമ്മയും അത് തന്നെയാണ് ഞാനും പറഞ്ഞു. ഇവരെന്താ ഇവിടെ? നിന്റെ വാളൊക്കെ അറിഞ്ഞിട്ട് വന്നായിരിക്കുള്ളൂ. ഇത്ര പെട്ടെന്ന്? എൻ്റെ അമ്മ വന്നോട്ട് ഒരു 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ, അതൊക്കെ ധാരാളം. പക്ഷെ നമ്മൾ ഉറപ്പിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാള പറ്റുന്നേട്ട കയറെടുക്കാൻ എൻ്റെ അമ്മ ബെസ്റ്റാ. ഭർത്താവിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യും? നീ തിരിച്ചു. നിനക്കല്ലേ എൻജോയ് ആണെന്ന് പറഞ്ഞത്. എൻജോയ്, മാക്സിമം നീ എൻജോയ്. ശവത്തെ കുത്തൽ കുത്തും. ആരും മുട്ടണം, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. മോളെ അലീനെ, മോളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ്. മോൻ ഇങ്ങോട്ട് വന്നേ, നിങ്ങളൊന്ന് ഒരുമിച്ച് ഇരുന്ന് ഞാൻ ഒന്ന് കാണട്ടെ. ഇരിക്കും മോനെ, ഇനി എന്ന് അവളുടെ കൂടെ നീ ഉണ്ടാവണം കേട്ടോ. ഞാൻ മോളോട് പറയുമായിരുന്നു ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമല്ലേ. എന്നാ പിന്നെ രണ്ടാളും നമുക്ക് ഹാളിൽ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ വയ്യാതിരിക്കണല്ലേ, റെസ്റ്റ് എടുക്കട്ടെ. മോളെ, ചായക്ക് മധുരയിടാലും അല്ലേ? പിന്നെ പിന്നെന്താ? ഇത് നല്ല സാരി കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനും അല്ലേ ബായി ബായി പോയത്? എന്തായിരുന്നു എൻ്റെ അമ്മ കെട്ടിപ്പിടിച്ചപ്പോ? അയ്യേ, ആദ്യം ഇട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. കണ്ടിട്ട് സത്യം പറയാൻ തോന്നുന്നില്ല. നിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒരുമിച്ചുള്ളപ്പോൾ എന്തായാലും പറയണ്ട. എൻ്റെ വീട്ടുകാർ പോവല്ലോ, എന്നിട്ട് രണ്ടുപേരോട് നമുക്ക് സെപ്പറേറ്റ് പറയാം. എന്തായാലും എൻ്റെ വീട്ടുകാർ പോണവരെ വെയിറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തോളൂ. എത്ര നേരം? ഒരു 12 മണിക്കൂർ. നാളെ ഉച്ചയ്ക്ക് പറയാം. മുഹൂർത്തം നോക്കി ചെയ്യാനായിട്ട് ഇത് കൊച്ചിൻ്റെ ചോറൂണൊന്നുമില്ല. ഇതിപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ നിൽക്കില്ല കേട്ടോ. പ്ലീസ്, കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഓക്കെ, നാളെ ഉച്ച കഴിഞ്ഞ് എന്തായാലും അവരോട് പറയാം. അതുവരെ നീ എൻജോയ് ചെയ്തു. ആ, നിന്റെ എൻജോയ്മെന്റ് പറഞ്ഞാൽ എൻ്റെ വയസ്സ് പതിയൊന്നും പറയാം.
എന്താ അമ്മ? അതെ, എന്താ നിങ്ങളുടെ തീരുമാനം? എന്ത് തീരുമാനം? നിങ്ങളിത് കല്യാണത്തിന് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടാവുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഞങ്ങളും കൂടെ ഒന്ന് അറിയണ്ടേ? മനസ്സിലായില്ല. പള്ളിയിലോട്ടാണോ അമ്പലത്തിലോട്ടാണോ? ആര്? അല്ല നിങ്ങളുടെ കൊച്ചേ അമ്പലത്തിലേക്കാണോ പള്ളിയിലോട്ടാണോ? അല്ല ഞങ്ങൾക്ക് അറിയണമല്ലോ. ആദ്യം കൊച്ചൊന്ന് ജനിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കുക ഏത് കാട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന്. പള്ളിയിലോട്ടാണോ അമ്പലത്തിലോട്ടാണോ? കൊച്ചി ജനിച്ചിട്ടില്ല, അതിന് മുന്നേ പള്ളിയിലോട്ട് എടുക്കണോ അമ്പലത്തിലേക്ക് എടുക്കണോ? മിക്കറക്കത്തിന് ഞാൻ തെക്കോട്ട് എടുക്കും. നീ ഇതുപോലെ കേൾക്കണ്ട. ഏയ് കുപ്പി താഴെയിട്ടാ പൊട്ടു. കളിയില്ല, കുപ്പി തന്നെ. എന്തായാലും ഇത്ര കുടിച്ചില്ലേ, ബാക്കി ഞാൻ കുടിക്കട്ടെ. കുടിച്ചൊക്കെ തലക്ക് കുടിച്ചു തുടങ്ങിയതാണോ തോന്നുന്നത്. ആരും കുടിച്ചു? എന്ത് കുടിച്ചു? ഇല്ല ഇല്ല, കുടിച്ചില്ല, ആരും കുടിച്ചില്ല. ഞാൻ കുടിച്ചു, കള്ളു കുടിച്ചു. എങ്ങോട്ട്? എനിക്ക് അമ്മയെ കാണണം. അമ്മേനെ നമുക്ക് പിന്നെ കാണാം. എനിക്കിപ്പൊ കാണണം. ഇല്ല, നമുക്ക് പിന്നെ കാണാം. എനിക്കിപ്പൊ കാണണം. അമ്മ താഴെ തന്നെ ഉണ്ടല്ലോ. അമ്മക്ക് നിന്നെ സാരി ഉടുത്ത് കാണാനാണ് ഇഷ്ടം എന്ന് എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. സാരി ഉടുത്തിട്ട് താഴെ പോവാ. ഓക്കെ. മമ്മീനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അതൊരു ഇവിടെ തന്നെ കിടക്കണം, എവിടെ പോരുത്. ഓക്കെ? അമ്മ ഇതെന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഭ്രാന്തുണ്ടോ? ആദ്യം നിന്റെ ഒരു സ്പ്രേ അടി, പിന്നെ ദേ ഇത്. എൻ്റെ അമ്മ ഇത് ഛർദിലുള്ള ഒറ്റമൂലിയാണ്. മമ്മി ചികിത്സ. നമ്മൾ ഈ പുഴുവിനെ പൂപ്പയിലടിച്ചു കഴിഞ്ഞാൽ പൂമ്പാറ്റാവില്ല, അതേപോലത്തെ ഒരു. ഓ, എനിക്ക് വയ്യ, അഴിച്ചു വിടറായിനെ. ഒറ്റൊരു പ്യൂപ്പ. ഇതെന്താ പാഞ്ചാലി വസ്ത്രാക്ഷേപോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവന് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഞാൻ വന്ന് നോക്കുമ്പോ മോളെ കെട്ടിട്ടേക്കണോ. ഞാനിത് പൂമ്പാറ്റയുടെ പൂമ്പാറ്റ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അല്ല, എന്നതാ ഇവിടെ ഒരു ഒച്ചമേളോ? എന്തോ പറ്റി? ഒന്നുമില്ല അല്ലേടോ അപ്പ, മോൻ മോളെ ഒന്ന് പൊതിഞ്ഞതാ സാരി വെച്ച്. നീ എന്റെ കൊച്ചിനെ കെട്ടിട്ടോ? മോളെ നീ ഇങ്ങനെ കരയാതെ കാര്യം പറ. അയ്യോ, എത്ര നല്ല കുടുംബത്തിൽ പറഞ്ഞ അച്ചാമ്മയുടെ ആലോചന വന്നതാ. അതൊന്നിനെ കെട്ടിനു പകരം ഇവനോട് ഇറങ്ങിപ്പോയപ്പോ ആലോചന അടുത്തിരുന്ന് കരയുന്നു. ഈ ഒരു എന്റെ കൊച്ചിനെ കരയിച്ചോടുകൂടി തന്നെ തറവാടിന്റെ മഹിമ എനിക്ക് മനസ്സിലായി. തറവാടിനെ കുറിച്ചൊന്നും പറയരുത്. ഇവിടെ തന്റെ മോളാണ് എന്റെ മോന്റെ പുറകെ നടന്ന് കണ്ണും കലാശവും കാണിച്ച് വശീകരിച്ചെടുത്തത്. അതെങ്കിൽ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. തന്റെ മോനെ എന്റെ മോനെ പുറകെ നടന്ന് അവളെ ഇറക്കിക്കൊണ്ട് പോയത്. തെളിവുണ്ടോ? തെളിവ് എനിക്ക് എന്തൊക്കെ തെളിവുണ്ട്? എനിക്ക് തെളിവ് കാണണം. അവള് അവന്റെ ഒരു തെളിവ്. അയ്യോ, എന്താ മോടെ കയ്യിൽ വൈറ്റ് കുപ്പി ഇരിക്കുന്നേ? ഇത് വൈറ്റ് റമ്മൊന്നുമല്ല, ഇത് വെള്ളമുള്ളൂ. വെള്ളം കുടിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ അല്ലല്ലോ ഇവിടെ ഇടുന്നേ. അത്ര ഞാൻ കുടിച്ചില്ലേ, കുറച്ചുകൂടെ കുടിക്കട്ടെ. അതും ഇനി എന്റെ തലയിലോട്ടാക്ക്. നീയല്ലേ ഇവിടെ കൊണ്ടു വെച്ചേ? നിന്നോട് ആരും പറഞ്ഞ് അതെടുത്ത് കുടിക്കാനായിട്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നല്ലേ. അപ്പൊ ഇതായിരുന്നില്ലേ ഇവളുടെ ഛർദി? നിങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? ഞങ്ങൾ ആരോടൊന്നും പറഞ്ഞില്ല, നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തതല്ലേ ഇതൊക്കെ. ഇവൾക്ക് എന്താ കരച്ചിലിന്റെ അസുഖമാണോ? ഞാനാ പറഞ്ഞു വേണ്ട. ഞങ്ങളൊക്കെ എന്നെ സ്നേഹിക്കണ കണ്ടപ്പോ അമ്മ ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിക്കൊണ്ടത് തന്നപ്പോ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നിങ്ങളെല്ലാം നാക്കണ്ടെന്ന് പറഞ്ഞ് മേലോട്ട് പോയേ. എന്നാലും ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഉറപ്പ് എടുത്തിട്ടുണ്ടായിരുന്നോ? അത് പിന്നെ ഒരു നല്ല വിശേഷം അറിഞ്ഞപ്പോൾ വിളിച്ചേ ഉള്ളൂ. ഇവരൊട്ടും തിരുത്തിയതുമില്ല. മോനെ നിന്റെ അമ്മ പറഞ്ഞ കറക്റ്റാ. ഞാൻ വിശ്വസിക്കില്ല. ഇവർ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കുക. കൊച്ചിനെ അമ്പലത്തിൽ കൊണ്ടുപോകണോ പള്ളി കൊണ്ടുപോകണോ എന്ന് ചോദിച്ചോണ്ടല്ലേ? അല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. നീ ഇവളുടെ തലേ കുറച്ച് വെള്ളം കോരി ഒഴിക്കുക, അവളുടെ ബോധം വീഴട്ടെ. എൻ്റെ ബോധമില്ലല്ലോ, അവള് പറഞ്ഞത് കറക്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നോന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, പോരെ? എന്നാ ഞാൻ വിശ്വസിക്കാം. ഇപ്പൊ എല്ലാവരും പൊക്കോ, അസംബ്ലി പിരിച്ചു വിട്ടു. ഗോ ടു യുവർ കൺട്രി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
ഇന്നലെ നടന്ന വല്ല ഓർമ്മയുണ്ടോ? കുറച്ചൊക്കെ. സോറി. പപ്പയും മമ്മേ അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ പോയി. എന്തായാലും നമ്മളായിട്ട് ഡിലേ ആക്കണ്ട, ടെസ്റ്റ് ചെയ്യും. കാണിച്ചിട്ട് വരാം. ജീവ അതൊന്ന് ശരിക്കും നോക്കി. മോളുടെ പേര് ഭൂമി. ഞങ്ങളുടെ മോക്കൊരു പ്രത്യേകത ഉണ്ട്. അവൾക്ക് ജാതിയില്ല, മതവുമില്ല.